അതും ആര്യൻ സുപ്രമസി, രക്തശുദ്ധിവാദം എന്നൊക്കെ വംശീയ വെറുപ്പ് തന്നെയാണ്. ചരിത്രത്തിലെ ഏകാധിപതികളുടെ മരണവ്യാപാരികളുടെ മുൻഗാമി. ലോകമുള്ള കാലത്തോളം ശപിക്കപ്പെട്ടവൻ, വെറുക്കപ്പെട്ടവൻ ഹിറ്റ്ലർ വംശഹത്യയുടെ ഹോളോകാസ്റ്റിന്റെ ആദ്യ നാളുകളിൽ വിളിക്കുന്നുണ്ട്. ജർമ്മനിയിലെ ജൂതന്മാർ ഇത്തിൽ കണ്ണികൾ പോലെ പടർന്നു കയറുന്ന കണ്ണിങ് പാരസൈറ്റ്സ്, രോഗാണുക്കളെന്നാണ്. ദയാരഹിതം കൊന്നൊടുക്കേണ്ട പരാതങ്ങളെന്നാണ്. അതിനു മുന്നേ തന്നെ ന്യൂറംബർഗ് നിയമങ്ങൾ ജൂതന്മാരുടെ പൗരത്വമില്ലാതാക്കൽ, ആരാധനാലയങ്ങൾ ആക്രമിക്കൽ, മതസ്വാതന്ത്ര്യം നിഷേധിക്കൽ, വ്യാജങ്ങൾ പറഞ്ഞ് വെറുക്കപ്പെട്ടവരാക്കൽ, കള്ളക്കേസിൽ കൂട്ടത്തോടെ അഴിക്കുള്ളിലാക്കൽ, അങ്ങനെ ആ ജനോസൈഡ് പ്ലാനിംഗ് നേരത്തെ തുടങ്ങിയതുമാണ്. തുടർച്ചയിൽ കുപ്രസിദ്ധമായ ദ ഫൈനൽ സൊല്യൂഷൻ. ഓഷ്വിറ്റ്സും ട്രെബ്ലിംഗയും ബെൽസക്കും ഗ്യാസ് ചേമ്പറുകൾ നരകവാതിലുകളായി. പേപ്പട്ടികൾ കണക്കെ തെരുവിലുടനീളം വേട്ടയാടപ്പെട്ട ജൂതർ ഗെറ്റോകളിൽ പട്ടിണി കിടന്ന് വിഷവാതകം ശ്വസിച്ച് വെടിയേറ്റ് കൂട്ടത്തോടെ മരിച്ചൊടുങ്ങി. 60 ലക്ഷമെന്നാണ് കണക്ക്. ഏഞ്ചൽ ഓഫ് ഡെത്ത്, മരണത്തിന്റെ മാലാഖ എന്നറിയപ്പെട്ട ഡോക്ടർ ജോസഫ് മാംഗൽസിന് കമ്പും കുഞ്ഞുങ്ങളിൽ. ഇരട്ടക്കുട്ടികളെ പച്ചയ്ക്ക് തുന്നിക്കെട്ടി സയാമീസ് ആക്കാമോ എന്ന ഭ്രാന്തൻ പരീക്ഷണങ്ങൾ. ജീവനോടെ കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജിൽ മരവിപ്പിക്കൽ, കൊന്നുകളയൽ. അങ്ങനെ ജൂത ശവക്കൂനുകളുടെ നൂറ്റാണ്ടാണ് ഹിറ്റ്ലറുടെ കാലമെങ്കിൽ അന്ന് ലോകത്തെല്ലാവരാലും ആട്ടിയോടിക്കപ്പെട്ട ഇരകളുടെ പിന്മുറ ഇസ്രയേൽ, ഈ നൂറ്റാണ്ടിന്റെ വേട്ടക്കാരൻ നിയോ നാസി. ഗാസയിൽ നടക്കുന്നത് അതിലും ഭീകരമായ അഗ്നിവർഷം. കൊല്ലപ്പെട്ട 66,000 മനുഷ്യരിൽ 20,000 കുഞ്ഞുങ്ങളിൽ ആയിരക്കണക്കിനാണ് 1 വയസ്സ് പോലും പ്രായമില്ലാത്ത കുഞ്ഞുങ്ങൾ. നമ്മൾ നമ്മുടെ കാലത്ത് കാണുന്ന ലക്ഷണമൊത്ത ജനോസൈഡാണ്, വംശഹത്യ. Here's the point I wanted to make. Our enemies hate all of us. The people that they want to ban the modern ഒഴിഞ്ഞ കസേരകളാണ്. അങ്ങനെ ആ ബങ്കറിനകത്ത് നാണം കെട്ട ആത്മഹത്യയിൽ ചത്തൊടുങ്ങിപ്പോയ ഹിറ്റ്ലർ എങ്ങനെ ലോകത്തിന് വെറുക്കപ്പെട്ടവനായോ അതേ വഴിയിൽ തന്നെയാണ് ആധുനിക വംശഹത്യാ തലവന്റെയും യാത്ര. ബാക്കിയൊക്കെ പോട്ടെ. ചോരയിൽ മുങ്ങിയ കുരുന്നു ശരീരങ്ങളും അതുകണ്ട് കരയുന്ന അമ്മമാരെയും കണ്ട് ആനന്ദിക്കുന്നവർ, ഓട്ടിസം ബാധിച്ച ബാലനെ പട്ടാള നായ്ക്കളെ വിട്ട് കടിച്ചു കയറിക്കൊല്ലുന്ന ക്രൂരത കണ്ട് ഇസ്രയേലിന് ജയ് വിളിക്കുന്നവർ, ഗാസ വംശഹത്യയ്ക്ക് കൈയടിക്കുന്നവരുടെ അപ്പനപ്പൂപ്പന്മാർ, പ്രപിതാക്കൾ അന്ന് ജൂത വംശഹത്യയ്ക്കും കൈയടിച്ചവരാണ്. വംശശുദ്ധി എന്ന അധമന്യായത്തിൽ കെട്ടിപ്പൊക്കിയ ഭ്രാന്തൻ ജർമ്മൻ ദേശീയത ഊർജ്ജമായി എടുത്തവരാണ്. ഹിറ്റ്ലറുടെ ദാസ്യന്മാരെ പോലെ ആരാധകരായവരാണ്. കോശങ്ങളിൽ വെറുപ്പ് നിറച്ചവരാണ്, മനസ്സാക്ഷി മരവിച്ചവരാണ്, മനുഷ്യവിരുദ്ധരാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ, ശ്രീ ഷൈജു ആന്റണി, ഷാബു പ്രസാദ്, ഡോക്ടർ മോഹൻ വർഗീസ്, അഡ്വക്കേറ്റ് അമീൻ ഹസൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ എസ് എസ് സന്തോഷ് കുമാറിലേക്ക് പോകുന്നു. ഡോക്ടർ, താങ്കൾ ഗാസയിൽ നിറങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭാഗ്യമെന്നേ ഞാൻ കരുതൂ. കാരണം താങ്കൾ ജോലി ചെയ്തിരുന്ന അൽനാസർ ആശുപത്രിയിൽ ഡോക്ടർ ഖാലിദ് അസലനെ ഇന്നലെയാണ് ഇസ്രയേൽ കൊന്നുകളഞ്ഞത്. ഡോക്ടർമാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നത് തെളിവടക്കം സ്ഥാപിക്കുന്ന ഒരു BBC ഡോക്യുമെന്ററി കഴിഞ്ഞ ദിവസം കൂടി കണ്ടതാണ്. അവിടെ ഭീകരമായ ദൃശ്യങ്ങൾ നേർക്കുനേർ കണ്ട മറ്റൊരു മലയാളി ഉണ്ടോ എന്നറിയില്ല. താങ്കൾ കണ്ടതാണത്. താങ്കളുടെ ജീവിതകാലത്തേക്ക് മുഴുവനുള്ള ഓർമ്മകളുമാണത്. സമാധാനം പുലരും എന്ന പ്രതീക്ഷ. അല്പസമയത്തിനകം ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഉണ്ടെന്ന് പറയുന്നു. സമാധാനം പുലരുമെന്ന പ്രതീക്ഷ അങ്ങേക്കുണ്ടോ ഡോക്ടർ? പതിവ് പോലെ വീണ്ടും ഈ ചർച്ച ഒരു വട്ടം കൂടി നടക്കാനിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോ ഗാസയിൽ എത്തുന്നത്. ഈ ഗാസയിലെത്തുന്ന ഈ സമയത്ത് പോലും ഇപ്പോഴും ഭയങ്കരമായ പ്രതീക്ഷ എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു ചർച്ചയും വാസ്തവത്തിൽ അങ്ങനെ ഒരു എൻഡ് പോയിന്റിലേക്ക് എത്താതെ പോവുകയാണ് പലപ്പോഴും പതിവ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇസ്രായേല് ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു 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 വെടിനിർത്തലിനൊക്കെ സാധ്യതയുണ്ടായിരുന്നു. കഴിഞ്ഞ വെടിനിർത്തൽ കഴിഞ്ഞപ്പോൾ വലിയൊരു ആഹ്ലാദം അവിടെയുള്ള ഈ പലസ്തീനിലുള്ള ജനങ്ങൾക്കാകെ ഉണ്ടായിരുന്നു. അത് തുടർന്ന് പോകുമെന്ന് പ്രതീക്ഷിച്ചു. പല സ്ഥലത്തു നിന്നും ഉണ്ടായിരുന്നവരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോവുകയും വീണ്ടും പഴയ സ്ഥലങ്ങളിൽ സെറ്റിൽ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് വീണ്ടും അടുത്ത യുദ്ധം ഉണ്ടായത്. അപ്പോ ഈ കഴിഞ്ഞ ഒരു 1947 മുതൽ അല്ലെങ്കിൽ 50 മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെടിനിർത്തലും അത് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു യുദ്ധം പുറപ്പെടലും മാത്രമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്ഥായിയായിട്ടുള്ള
ഒരു 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 സമാധാനം എന്നത് പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഈ ഇടയ്ക്കെങ്കിലും ഉണ്ടാവുമെന്ന്. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടായിട്ട് കുറച്ചു നാളത്തേക്കുള്ള ഒരു വെടിനിർത്തലായാൽ പോലും അതാണ് ആകെ ഒരു പ്രതീക്ഷയുള്ളത്. എന്നാൽ പോലും അതായാൽ പോലും വളരെ വളരെ ഒരു ആശ്വാസം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അൺബെയറബിൾ ആണ്. അവിടുത്തെ സിറ്റുവേഷൻ ടോട്ടലി അൺബെയറബിൾ ആണ്. ഈ ഒരു 2 മില്യൺ ആൾക്കാർ ഒരു 20 സ്ക്വയർ കിലോമീറ്ററിനകത്തേക്ക് ചുരുക്കപ്പെട്ട് അവിടെ ക്യാമ്പുകളിൽ മാത്രം, ടെന്റുകളിൽ മാത്രം കഴിയുകയും ഓരോ ടെന്റിലും 15 മുതൽ 25 പേരൊക്കെയാണ് ഒരു ടെന്റിൽ മാത്രം കഴിയുന്നതും. ഭക്ഷണമില്ല, വെള്ളമില്ല, വിദ്യുച്ഛക്തിയില്ല, അതുപോലെ തന്നെ കണക്ടിവിറ്റി ഇല്ല. ഈ പറഞ്ഞ ഒരു എന്തെങ്കിലും കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂവല് പോലും ഇല്ല. അങ്ങനെ ഏത് അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാലും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് വാസ്തവത്തിൽ ഇപ്പോഴുള്ള ഗാസയിലെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവിടെ നിന്ന് പുറത്തു പോകാൻ മറ്റേ നമുക്ക് മുമ്പത്തെ ഒരു ഈ ഹോളോകോസ്റ്റ് ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ കാണുന്നത് ആൾക്കാർക്ക് പുറത്തു പോകാൻ കഴിയുമായിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റുമായിരുന്നു. ഇവിടെ ഒരു രക്ഷയില്ല. ഈ പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഡേർ അൽബല മുതൽ അൽ മവാസി ഉള്ള ഒരു സ്ഥലം, പടിഞ്ഞാറ് ഖാൻ യൂണിസിന്റെ പകുതി വരെയുള്ള സ്ഥലം, ഇത്ര സ്ഥലത്തേക്ക് മാത്രമായിട്ട് ആൾക്കാർ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് ഒരു മാർഗവും ഇല്ല. മുഴുവൻ ഈ പറഞ്ഞ മൂന്ന് വശവും ഇസ്രയേലാണ്, മറ്റു വശം മെഡിറ്ററേനിയൻ സീ ആണ്. മെഡിറ്ററേനിയൻ ഈ കടലിൽ ആണെങ്കിലും വല്ലാത്ത പെട്രോളിംഗ് ആണ്. കടലിൽ ഇറങ്ങിയാൽ പോലും വെടിവെക്കുന്ന അവസ്ഥയാണുള്ളത്. മീൻ പിടിക്കാനോ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പലർക്കും ഈ പറഞ്ഞ എവിടെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു പോകണമെന്ന് ധാരണയുണ്ട്. പക്ഷെ രക്ഷപ്പെട്ടു പോകാനിന്റെ ഒരു നിവൃത്തിയും ഇല്ലാതെ ഈ പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പട്ടിണിയും രോഗവും ഒക്കെ ആയിട്ട് കഴിയേണ്ടി വരുന്ന ദുരവസ്ഥ മാത്രമേ പറയുള്ളൂ. അതിനകത്തുണ്ടാകുന്ന സോഷ്യൽ കോൺസിക്വൻസസ് അതിഭയങ്കരമാണ്. ആൾക്കാർ ഈ പറയുന്ന പട്ടിണി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ വഴിയിൽ പോകുമെന്ന് നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയില്ല. ആൾക്കാർ ഈ പറയുന്ന കയ്യില് ഈ ചികിത്സയ്ക്ക് ഇടുന്ന കമ്പി അവര് വിറ്റിട്ടാണ് പലപ്പോഴും പൈസ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പി അത് ചികിത്സയുടെ ഭാഗമാണ്. ആ ചികിത്സ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ആ കമ്പി ഊരിയിട്ട് വേറെ അടുത്ത ആൾക്കാർക്ക് വിൽക്കുവാണ്. ഈ പറയുന്ന പ്രഗ്നന്റ് അല്ലാത്ത അമ്മമാര് അവര് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ നിന്നും മൂത്രം ശേഖരിച്ചിട്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നു എന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് പ്രഗ്നന്റ് ആണെന്ന് തെളിവുണ്ടാക്കിക്കൊണ്ട് ആ ഭക്ഷണം കൊണ്ട് ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾ, നേരത്തേക്ക് ആണെങ്കിൽ പ്രായമായ ആൾക്കാർ ഇല്ലെങ്കിൽ കുറച്ച് യുവാക്കളായ ആൾക്കാരാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ അത് സ്ത്രീകളായി തുടങ്ങി. സ്ത്രീകൾ ഇപ്പൊ കൂട്ടത്തോടെ ഈ പറഞ്ഞ വെടികൊണ്ട് മരിക്കുകയാണ്. കുഞ്ഞുങ്ങളാകട്ടെ ആരും കാണാതെ, ആരും നോക്കാനില്ലാത്ത ഈ പറയുന്ന കഴുത വണ്ടികളുടെ പുറകെ പോയി, കഴുത വണ്ടികൾക്കകത്ത് നിന്ന് അടുത്ത ട്രക്കിലേക്ക് പോയി, ട്രക്കിൽ നിന്ന് അവസാനം അവര് ഈ പറയുന്ന ഈ വെടിവെക്കുന്ന ഫ്രണ്ട് ലൈനിലും ഈ പറയുന്ന ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ പുറത്തൊക്കെ എത്തിയിട്ട് അവര് രാത്രി 2 മണിക്കും 3 മണിക്കും എഴുച്ചു നിന്ന് പകച്ചു നോക്കുമ്പോൾ ചീറിപ്പായുന്ന വെടിയുണ്ടായിട്ട് അതിദാരുണമായിട്ടാണ് കുട്ടികൾ മരിക്കുന്നത്. 6 വയസ്സും 8 വയസ്സും 10 വയസ്സുള്ള കുട്ടികൾ എങ്ങനെ അവിടെ എത്തിപ്പെടുന്നു നമുക്ക് അറിയാൻ പോലും കഴിയുന്നില്ല. അവരുടെ മരണം അതിദാരുണമാണ്. മറ്റേ പ്രായമായ ആൾക്കാരാണെങ്കിൽ എഴുച്ചു ഓടുകയെങ്കിലും ചെയ്യും. ഇവര് പകച്ചു നിന്ന് ഈ പറയുന്ന ഒന്നും അറിയാതെ ഈ വെടിവെച്ചിട്ട് ദീപാവലിയുടെ പടക്കം പൊട്ടുന്ന പോലെ ഈ പറയുന്ന വെളിച്ചം കാണുന്ന പോലെ വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു രംഗമാണ് കിട്ടുന്ന പകരം ഈ പറയുന്ന വെടിയുണ്ടായി. അപ്പോ ഈ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയായാലും ശരി, ഒരു താൽക്കാലികമെങ്കിൽ 24 മണിക്കൂറെങ്കിൽ 24 മണിക്കൂർ, 48 മണിക്കൂറെങ്കിൽ 48 മണിക്കൂർ കുറച്ചെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചു നേരത്തെ ഒരു വെടിവെപ്പ് നിർത്തിവെച്ചാൽ
അത്രയ്ക്കും സന്തോഷമായിരിക്കും ആ ജനക്ക്. നമ്മൾ അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും എല്ലാവർക്കും. ഒരു ദിവസമൊക്കെ കാഷ്വാലിറ്റിയിൽ എത്തുന്നത് 1 മണിക്കൂറിനകം 50 മുതൽ 100 പേരാണ് റെഡ് സോണിൽ മാത്രം എത്തുന്നത്. റെഡ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവന് ഹാനികരമാകുന്ന തലക്കേക്കുന്ന വെടിയുണ്ടകൾ, നെഞ്ചിലേക്കുന്ന വെടിയുണ്ടകൾ, വയറ്റിലേക്കുന്ന വെടിയുണ്ടകൾ, ഇതൊക്കെയാണ് ഗുരുതരമായ പരിക്കേറ്റ് മരിക്കാൻ സാധ്യതയുള്ളത്. ഇവര് മാത്രം 1 മണിക്കൂറിനകത്ത് 50 മുതൽ 100 പേരൊക്കെയാണ് എത്തുന്നത്. ഇപ്പോൾ പലായനം നടത്തുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളാണ്. അവർക്ക് യാത്ര ചെയ്യാൻ വണ്ടിയില്ലാത്തോട്ട് നടന്നു പോകുന്നു, ഭക്ഷണം കിട്ടാതെ നടന്നുപോയി വഴിയിൽ വീഴുന്നു, അവരെ എടുക്കാൻ ആളില്ല, കെട്ടിടത്തിനകത്ത് കുടുങ്ങിയവർക്ക് ആരെക്കുറിച്ചും ഒരു വിവരവുമില്ല, കെട്ടിടം ഇടിഞ്ഞങ്ങ് പോകുന്നു. 1 മണിക്കൂറിനകം നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റും? ആർക്കും പറ്റുന്നത്. പലപ്പോഴും ഈ വൃദ്ധരും വികലാംഗരും കുട്ടികളുമായിട്ടുള്ള ആൾക്കാർ അതിനകത്ത് കുടുങ്ങിപ്പോവാണ്. അപ്പൊ എത്ര പേര് കുടുങ്ങിയിട്ടുണ്ടെന്ന് വാസ്തവത്തിൽ ഇപ്പോഴും പോലും അറിയത്തില്ല. അങ്ങനെ എന്ത് തന്നെയായാലും ശരി, ഒരു നരക തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ കുറച്ചെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും ഒരു ദിവസം ഒരു സമാധാനം പുലർന്നു കിട്ടിയാൽ അത്രയും നല്ലതാണെന്നാണ് എന്റെ ധാരണ. ഞങ്ങളിലേക്ക് എത്താം സാർ. നെതന്യാഹു UN പറഞ്ഞ ഇതൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നാണ് പറയുന്നത്. നേർക്കുനേർ കണ്ട ഡോക്ടറാണ്. അവിടുത്തെ നേർസാക്ഷ്യങ്ങൾ ഇതാ എവിടെയെങ്കിലും വായിച്ചതോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇസ്രായേലിലോ അല്ലെങ്കിൽ അൽ ജസീറിലോ പറയുന്നില്ല. അവിടെ ഉണ്ടായി, അവിടെ നിന്ന് ഒരുപക്ഷെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവരെ ചികിത്സിച്ച് ഡോക്ടർ പറയുന്ന വാക്കുകളാണ് കേട്ടോ അത്. ഷൈജു ആന്റണി, ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ഒരു യുക്തിവാദികളുടെ ഒരു ദൈവം ഉണ്ടല്ലോ, പേര് മറന്നു. അയാൾ പറയുന്നത് UN ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൂവിയത് മനുഷ്യവിരുദ്ധമാണെന്ന്. എന്നിട്ട് ആ വംശഹത്യയെ ഇരുന്ന് പച്ചക്ക് ന്യായീകരിക്കുന്നത് കണ്ടു. ഇവിടെ നമ്മുടെ മൂക്കിന് മുമ്പിൽ കിടക്കുന്ന ദുരിതം എൻഡോസൾഫാൻ ദുരന്തബാധിതരെ അതിന് കാരണം എൻഡോസൾഫാൻ അല്ല എന്നൊക്കെ അധിക്ഷേപിക്കുന്ന മനുഷ്യവിരുദ്ധ കൂട്ടരാണ്. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക, പോട്ടെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ വളരെ കുറച്ചു പേർ മാത്രം, ഇവിടെ മാത്രം മതപുരി തലയ്ക്ക് പിടിച്ചവരൊക്കെ ഇസ്രായേലിനെ ന്യായീകരിക്കുന്നതല്ലാതെ ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളും ഇസ്രായേലിനെ അങ്ങേയറ്റം വെറുക്കലാണ്, ഒറ്റപ്പെടുത്തലാണ്. UN നമ്മൾ കണ്ടു. ആ പ്രഷർ അല്ലാതെ ഇപ്പോൾ അല്പസമയത്ത് നടക്കാൻ പോകുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അതിൽ നിന്ന് ഈ ഡോക്ടർ പറഞ്ഞ അതിഭീകരമായ മാരകമായ അവസ്ഥയ്ക്കൊരു നേരിയ പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവോ ശ്രീ ഷൈജു ആന്റണി? ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഹാഷ്മി, ഇവിടെയുള്ള കുറേ ആളുകൾ ഒന്നും അറിയാതെ ഇങ്ങനെ പലസ്തീനെ എതിർക്കുകയും ഇസ്രായേലിൻ്റെ ഒപ്പം കൂടുകയും ചെയ്തു എന്നുള്ളത് നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ്. ഈ മനുഷ്യർ സംഘപരിവാറിൻ്റെ കൂട്ടത്തിൽ കൂടിയായാലും ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും എങ്ങനെയാണ് അവരതിൻ്റെ ഒപ്പം നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, നമ്മുടെ രാജ്യം പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചതാണ്. UN രക്ഷാസമിതിയിലെ 156 രാജ്യങ്ങൾ, ആകെയുള്ള എനിക്ക് തോന്നുന്നുണ്ട് 193 രാജ്യങ്ങളിൽ 156 രാജ്യങ്ങളും പലസ്തീനോ, അതെ, അതിൽ 156 രാജ്യങ്ങളും പലസ്തീനൊപ്പം നിന്ന രാജ്യങ്ങളാണ്. അങ്ങനെ ലോകം മുഴുവൻ ഒപ്പം നിൽക്കുകയാണ്, നമ്മുടെ രാജ്യം ഒപ്പം നിൽക്കുകയാണ്. ഈ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ക്രിസംഖികളെന്ന് വിളിക്കാവുന്ന കുറേ ആളുകൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് വത്തിക്കാൻ പലസ്തീനൊപ്പമാണ്. വത്തിക്കാൻ ഇന്ന് പലസ്തീനൊപ്പമല്ല, ഇന്നെന്നല്ല. ജോൺ പോൾ II മാർപ്പാപ്പ പലസ്തീൻ സന്ദർശിച്ചു. പിന്നീട് വന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, പിന്നീട് വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പോഴുള്ള ലിയോ 14 മാർപ്പാപ്പ, ഇവരെല്ലാവരും ഫലസ്തീന് വേണ്ടി കേഴുകയാണ്. അവരെല്ലാവരും ഈ ഒരു 3 ദിവസം മുമ്പ്, എനിക്ക് തോന്നുന്നു ഈ സെപ്റ്റംബർ 23-ന് ലിയോ 14 മാർപ്പാപ്പ ഒരു വലിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവന ഫലസ്തീന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ പറയുന്നത്, all peoples, even the smallest and weakest, must be respected by the powerful in their identity and rights, especially the right to live in their own lands, and no one can force them to exile. ഇത് ലിയോ 14 മാർപ്പാപ്പ, അമേരിക്കക്കാരനായ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രസ്താവനയാണ്. ഒരു 2 ദിവസം മുമ്പ് സെപ്റ്റംബർ 26 ലാറ്റിൻ പാട്രിയർക്കും ഗ്രീക്ക് ഓർത്തഡോക്സിൻ്റെ പാട്രിയർക്കും ചേർന്ന് സംയുക്തമായൊരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ അവർ പറഞ്ഞു, ഗാസ സിറ്റിയിലുള്ള ഞങ്ങളുടെ പള്ളികളിൽ അനേകം സിവിലിയൻസ് വന്ന് താമസിക്കുകയാണ്. അവർക്കാർക്കും പുറത്തു പോകാൻ പറ്റുന്നില്ല. അവരെല്ലാവരും ഒരു തരത്തിൽ വികലാംഗരാണ്.
പലർക്കും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരാണ്, ഭക്ഷണമില്ലാത്തവരാണ്, വല്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അവരോട് നിങ്ങൾ സൗത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ അവരെ കൊലക്കുറ്റത്തിന് വിധിക്കുന്നതിന് തുല്യമാണ്. അവിടെ ഞങ്ങളുടെ വൈദികരുണ്ട്, അവിടെ ഞങ്ങളുടെ കന്യാസ്ത്രീമാരുണ്ട്, മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ കന്യാസ്ത്രീമാർ, മദർ തെരേസ കോൺവെൻറ്റിൻ്റെ കന്യാസ്ത്രീമാർ അവിടെ ഒരുപാട് ക്രൈസ്തവരെ കൊന്നു. അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് പേർ കരുതുന്ന പോലെ മുസ്ലിങ്ങളെ മാത്രമല്ല കൊല്ലുന്നത്, അവിടെ ഒരുപാട് ക്രൈസ്തവരെയും കൊന്നു, കൊന്നൊടുക്കി. അല്ലല്ലല്ലല്ല, ക്രൈസ്തവരെയൊക്കെ കൊന്നൊടുക്കി. അതൊക്കെ ഈ കത്തിൽ പറയുന്നുണ്ട്, ഇവരുടെ ഈ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ്, ഈ രണ്ട് പാട്രിയർക്കുമാർ പറയുകയാണ്, ഞങ്ങളുടെ അച്ഛന്മാരും ഞങ്ങളുടെ കന്യാസ്ത്രീമാരും വധിക്കപ്പെട്ടാലും ആ സിവിലിയൻസിനൊപ്പമാകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകണ്ട, നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ കുമ്പിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇവിടെ വിചാരിക്കുന്നത് പോലെ ഒരു പ്രദേശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് ആ ദേശത്തെ ആളുകളെ തന്നെ ഇല്ലാതെയാക്കുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഇവിടെയുള്ള സകല മനുഷ്യരും ഒരു പ്രത്യേകതരം ഒരു മുസ്ലിം വിരോധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം കൊണ്ടോ ഒന്നുമറിയാതെ ഒരു കൂട്ടക്കൊലയെ പ്രോത്സാഹിപ്പിക്കാനായി ഇസ്രായേലിന് ഒപ്പം ചേരുകയാണ്. സഭ അവർക്കൊപ്പമില്ല, രാജ്യം അവർക്കൊപ്പമില്ല. എന്നിട്ടും അവരൊപ്പം ചേർന്ന് വികാരപരമായ പല പ്രകടനങ്ങളും നടത്തുന്നു. ഞാൻ പലസ്തീൻ അനുകൂലമായ ചില പോസ്റ്റുകൾ നടത്തിയപ്പോൾ ആ പോസ്റ്റിൻ്റെ താഴെ വന്ന് നിനക്ക് സുഡാപ്പി ഫണ്ട് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. മാർപ്പാപ്പയ്ക്ക് സുഡാപ്പി ഫണ്ട് കിട്ടിയോ എന്നും കൂടി അവർ അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുഡാപ്പി ഫണ്ട് കിട്ടിയോ എന്നുകൂടി അവർ അന്വേഷിക്കണം. ഒരു ബേസിക്കായ നോളജ്, എന്താണ് ആ രാജ്യത്ത് നടക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ഇല്ലാത്ത മനുഷ്യരുടെ വാദമുഖങ്ങളാണ് അത് മുഴുവനും. ഡോക്ടർ മോഹൻ ഇവിടെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ നേർക്കാഴ്ചയിൽ നിന്നല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഇത്ര വലിയൊരു വംശഹത്യ നടന്നിട്ട്, ഹാഷ്മി ഇതിൻ്റെ തുടക്കത്തിൽ ഹിറ്റ്ലറെ സൂചിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. യുദ്ധക്കുതിയനായ നെതന്യാഹു ഹിറ്റ്ലറിനേക്കാൾ ഒട്ടും താഴെയല്ല എന്ന് പറയണം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതുപോലൊരു യുദ്ധക്കുതിയനെ വെച്ച് പൊറുപ്പിക്കുന്നത് ഈ ലോകത്തിന് തന്നെ വലിയ അപമാനമാണ്. ലോകത്തിന് തന്നെ വലിയ അപമാനമാണ്. ഇത് നമ്മൾക്ക് പറയാതിരിക്കാനാകാത്തൊരു സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളതാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഏത് പരിധി വരെ കടന്നു കയറും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ബെർലിൻ കരാറ് പ്രകാരം ജെറൂസലേമിലുള്ള ഏതാണ്ട് 9 വിശുദ്ധ സ്ഥലങ്ങൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അവിടെ ആ ഹോളി സെപ്പൽക്കർ ചർച്ചിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ലാഡറുണ്ട്, ഒരു ഏണി. ആ സ്റ്റാറ്റസ് കോ കാരണം ആ ഏണി പോലും എടുത്ത് മാറ്റാതെയൊക്കെയാണ്. ഇവരിത് ഒക്യുപ്പൈ ചെയ്യും എന്ന് പറയുമ്പോൾ ഇതിന് എന്തെല്ലാം തരത്തിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. നൂറ്റാണ്ടുകളായി ഉണ്ടായ എന്തോരം ട്രീറ്റുകൾ അതോടുകൂടി നശിക്കാൻ പോകുന്നു, ഇല്ലാതെയാകാൻ പോകുന്നു. ഇതൊന്നും അത്ര നിസ്സാരമായൊരു കാര്യമല്ല. അന്താരാഷ്ട്ര ട്രീറ്റുകൾക്ക് വരെ ഗുരുതരമായ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ വംശഹത്യയാണ് തർക്കമില്ല. പക്ഷെ അന്ന് ഇതുപോലെ ജനോസൈഡ് നടക്കുമ്പോൾ, ജൂതവംശഹത്യ നടക്കുമ്പോൾ അതിന് കൈയടിച്ചവരുണ്ട്. ജനോസൈഡ് ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് പറയുന്നത് പോലെ പറഞ്ഞവരുണ്ട്. അങ്ങനെ ജനോസൈഡ് നടത്തി അവിടെ ഉണ്ടാകുന്ന ജർമ്മൻ ദേശീയത ഗംഭീരമായ ദേശീയതയാണ്, മാതൃകയാക്കാവുന്ന ദേശീയതയാണ് എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. അപ്പോൾ ആ കൂട്ടരുടെ പിൻഗാമികൾ എന്നേ കരുതേണ്ടതുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഷാവപ്രസാദ്, ഇവിടെ ഇസ്രായേൽ സൈനികർ ഒന്നുകിൽ ആട്ടിയോടിച്ച അല്ലെങ്കിൽ വെടിവെച്ച് കൊന്ന പലസ്തീൻ സ്ത്രീകളുടെ അടിവസ്ത്രം എടുത്തിട്ട് പേക്കുത്ത് കാണിക്കുന്ന ഇസ്രായേൽ സൈനികരുടെ ദൃശ്യങ്ങൾ അവർ തന്നെ അഭിമാനത്തോടെ പോസ്റ്റ് ചെയ്യുകയാണ്. ഓട്ടിസവും ഡൗൺ സിൻഡ്രോം ബാധിച്ച് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തൊരു പാവം പയ്യൻ, മുഹമ്മദ് ബർ എന്നാണ് പേര്, 24 വയസ്സുകാരൻ, ഓക്കറ്റ്സ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും അഗ്രസീവായ പട്ടാള നായ്ക്കളെ അഴിച്ചുവിട്ട് കടിച്ചു കയറി കൊല്ലിക്കുന്ന സൈനികരാണ്. ഇതിനോടകം 200-ലധികം മാധ്യമപ്രവർത്തകർ, ഈ ലോക ചരിത്രത്തിൽ ഇന്നേ ഒരു ഇത്തരം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട യുദ്ധം ഉണ്ടായിട്ടില്ല. 200-ലധികം മാധ്യമപ്രവർത്തകർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ കൊന്നൊടുക്കാനാണ്. അതിനൊക്കെ ഇവിടുത്തെ ശരിയാണ് ഈ പറയുന്ന കുറച്ച് നേരത്തെ ഷൈജുവാനൻ പറഞ്ഞതുപോലെ കുറച്ച് വെറുപ്പ്, മതവെറു തലയ്ക്ക് പിടിച്ചവർ കൈയടിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ലോകം ഒറ്റപ്പെടുത്തുകയാണ്. അത് ആ ഒറ്റപ്പെടുത്തൽ ഇന്നത്തെ ചർച്ചയിൽ അവർ കാണാതിരിക്കുമോ ഷാവു പ്രസാദ്? ഇവിടെ ഏതൊരു യുദ്ധത്തിലും ആത്യന്തികമായി അതിൻ്റെ ദുരിതം പേറുന്നവർ സാധാരണക്കാർ തന്നെയായിരിക്കും.
എന്നും അതെ, അത് ചരിത്രത്തിലുടനീളം അങ്ങനെ തന്നെയാണ്. ഏറ്റവും അധികം അതിൻ്റെ അനുഭവിക്കുന്നത്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഫേസ് ചെയ്യുന്നത് സാധാരണക്കാർ തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും ഇത് തന്നെയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് അത് ഒരു യുദ്ധത്തിൻ്റെ നെസസറി ഈവിളാണത്. നമുക്കത് വളരെ ദുഃഖകരമാണ്, അങ്ങനെയല്ല അല്ല ഷാപ്പ്, അതിനെ യുദ്ധം എന്ന് വിളിക്കല്ലേ? അതിനെ യുദ്ധം എന്ന് വിളിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതിനെ യുദ്ധം എന്ന് വിളിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒരു വലിയ സായുധ രാഷ്ട്രം ഒരു ചെറിയ മേഖലയിൽ പോയി ഒക്കെ ലക്ഷക്കണക്കിന് ടൺ ബോംബ് വർഷിക്കുകയാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ഡോക്ടർ എസ് സന്തോഷ് കുമാർ അവിടെ നിന്ന് നേർക്കണ്ട കാഴ്ചകൾ പറയുകയായിരുന്നല്ലോ. അപ്പോൾ അത് കാണുമ്പോഴെങ്കിലും നമുക്ക് അത് യുദ്ധമല്ല, നടക്കുന്ന ഒന്നാം തരം വംശഹത്യയാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തണ്ടേ? UN പറഞ്ഞത് പോട്ടെ, നമ്മുടെ ഒരു മലയാളിയായ ഡോക്ടർ പറയുമ്പോഴെങ്കിലും നമുക്ക് തോന്നണ്ടേ? അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് എന്തോ പ്രശ്നമില്ലേ ഷാവു പ്രസാദ്? അല്ല, ഹാഷ്മി എന്നെ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളതൊന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ എനിക്ക് ഉപകാരമായിരുന്നു. അതിനനുസരിച്ച് എനിക്കിനി മുമ്പോട്ട് പോകാമായിരുന്നു. കാര്യം ഈ ചർച്ചയിൽ ഇതുവരെ മുമ്പ് സംസാരിച്ചവരോട് ഇടപെട്ട ഒരു രീതിയിലല്ല ഹാഷ്മി ഇപ്പോൾ ഞാനൊന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വെറുതെ ഇരുന്നോളാം. ഞാൻ ചർച്ച ബഹിഷ്കരിക്കുന്നുമില്ല, എനിക്കൊരു വിരോധവുമില്ല. നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് തലകുലുക്കി സമ്മതിച്ച് ഞാനിവിടെ ഇരുന്നോളാം. അല്ലെങ്കിൽ എനിക്ക് എന്നോട് എല്ലാവരോടും കാണിക്കുന്ന പാനലിസ്റ്റുകളോടുള്ള, ഞാൻ നിങ്ങളുടെ ഗസ്റ്റാണ്, ആ ഒരു മാന്യത നിങ്ങൾ കാണിക്കുക. ഇതിലേത് വേണമെന്ന് ഹാഷ്മി ഇപ്പം തീരുമാനിച്ച് പറയുക. താങ്കളെ വിളിച്ചത് താങ്കളുടെ നിലപാട് കേൾക്കാൻ വേണ്ടി തന്നെയാണ്. താങ്കൾ പറയൂ. അതിനിടയ്ക്ക് നമ്മളൊരു ഉപയോഗം ചോദിക്കുമ്പോഴേക്കും അങ്ങ് അസ്വസ്ഥനാവല്ലേ? അല്ല, അസ്വസ്ഥനാകും. സംസാരിച്ച് തുടങ്ങുമ്പോഴേക്ക് തന്നെ ഈ രീതിയിൽ ശല്യപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ താങ്കളുടെ വീക്ഷണത്തിൽ അത് ഉപചോദ്യമാണ്, മറ്റേ സ്വാതന്ത്ര്യമാണ്, മറ്റേതാണ് മറിച്ചാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഡിസ്റ്റർബൻസാണ്. ആ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ഹാഷ്മി ഉറപ്പ് തരികയാണെങ്കിൽ മാത്രം നമുക്ക് ഞാനിവിടെ ഇരുന്നോളാന്നേ. ഒന്നുമില്ല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ട്, ഉപചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞോളൂ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇനി ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒരു രാജ്യം നിലനിൽപ്പിന്, അതായത് തങ്ങളെ പൂർണ്ണമായിട്ടും ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് പതിറ്റാണ്ടുകളായി അവരെ എല്ലാ രീതിയിലും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുടെ മേളിൽ അതേ തന്ത്രം അവർക്കും നിലനിൽക്കാനുള്ള അവകാശം ഈ നാട്ടിൽ ജൂതർക്കുമുണ്ട്. ഒരു ഇസ്രായേൽ ഒരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ, ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നിലനിൽക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ അത് ഞങ്ങൾ അനുവദിക്കില്ല. ജൂതരാഷ്ട്രത്തിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന പ്രതിജ്ഞയുമായി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരുടെ മുകളിൽ അവർക്ക് നിലനിൽപ്പിൻ്റെ പോരാട്ടം നടത്തിയേ പറ്റുള്ളൂ. ഹാഷ്മി, ഇവിടെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നു. സാധാരണക്കാർ, കുട്ടികൾ, സ്ത്രീകൾ ഒക്കെ കൊല്ലപ്പെടുന്നു. ഈ സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരും കൊല്ലപ്പെടേണ്ടതും ദുരിതം അനുഭവിക്കേണ്ടതും ഈ കൂട്ടരുടെ ആവശ്യമാണ്. അത് കാണിച്ച് മുതലെടുത്തുകൊണ്ട് വേണം അവർക്ക് ലോകം മുഴുവനും പ്രചരണം നടത്താൻ. ഈ സാധാരണ ജനങ്ങളെ മറയാക്കിക്കൊണ്ടും ഉപയോഗിച്ചുകൊണ്ടുമാണ് ഈ കണ്ട കാലം മുഴുവൻ ഈ വൃത്തികേടുകൾ മുഴുവൻ ഇവർ കാണിച്ചത്. ഇവിടെ എല്ലാവരും പറഞ്ഞു. ഇപ്പം ഹാഷ്മി ഇവിടെ ഇരിക്കുന്ന ആരും ഒന്നും സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. ഇത്ര വലിയ ഒരു നാശനഷ്ടത്തിലേക്ക്, ഈ ഒരു മഹാദുരന്തത്തിലേക്ക് ഗാസയെ നയിച്ചതിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. നമുക്ക് ഹാഷ്മിക്ക് ചരിത്രം പറയുന്ന ഹാഷ്മിക്ക് ഇഷ്ടമല്ല. ഇസ്രായേലിൻ്റെ ചരിത്രം പറയുന്നത് ഹാഷ്മിക്ക് ഇഷ്ടമല്ല. ശരി, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു തുടങ്ങി ഉടനെ പറയും ആ ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണെന്ന് പറയും. അവിടെ നിൽക്കട്ടെ. അതെല്ലാം മാറ്റി നിർത്തി ആ ഒക്ടോബർ 7-ാം തീയതി നടന്ന ആ സംഭവം എന്തായിരുന്നു? ഇതിനെക്കാട്ടിൽ എത്രയോ ഇതുപോലെയോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യൊന്നും വേണ്ട. ആ ക്രൂരതയുടെ പരമാവധിയായിരുന്നു ആ ഇസ്രായേലിലെ ജൂതജനങ്ങളുടെ, സാധാരണ ജനങ്ങളോട് ഈ ഹമാസ് കാണിച്ചത്. അവർ പ്രതീക്ഷിച്ചത് ഒരു കാര്യമുണ്ടായിരുന്നു ഇതുവരെ. കാര്യം ഇസ്രായേൽ തിരിച്ചടിക്കും, കുറേ ആൾക്കാർ കൊല്ലപ്പെടും, അത് വെച്ചുകൊണ്ട് അവർക്ക് വീണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ വിലപേശാം. ആ ദിവസം അന്നാണോ അതിൻ്റെ പിറ്റേ ദിവസമാണോ നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അന്ന് ഇവർ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ പറഞ്ഞതാണത്. ഇത് സാധാരണ പോലെ ആവില്ല, ഇതുവരെ കണ്ട പോലെ ആവില്ല.
ഇത് ഹമാസ് എന്ന് പറഞ്ഞ ആ ഭീകരവാദി കൂട്ടത്തിൻ്റെ അവസാനം എടുത്തിട്ടേ ഇസ്രായേൽ ഇത് നിർത്തുകയുള്ളൂ. അതിൻ്റെ തുടക്കം തന്നെയാണിത്. ഓക്കെ താങ്കൾ പറഞ്ഞു ഓക്കെ, ഞാൻ ഇടപെട്ടില്ല. ഓക്കെ, ഞങ്ങളിലേക്ക് എത്താം. ശ്രീ അമീൻ ഹസൻ, ഇവിടെ ഇപ്പോൾ എന്താണ് ശ്രീ ഷാവുപ്രസാദ് ചരിത്രം പറയുന്നുണ്ട്. ഒക്ടോബർ 7 തുടങ്ങിയ ചരിത്രമല്ല, അതിന് എത്രയോ 48 മുതൽ തുടങ്ങിയ ചരിത്രമാണ്. നമുക്ക് ചരിത്രം പറയാം. 97, 12, 13, 21 ഉണ്ടായ ഇസ്രായേൽ നരമേധങ്ങളുടെ ചരിത്രം പറയാം. ഒക്ടോബർ 7 ഓൾ ഓഫ് എ സഡൻ പൊട്ടി വീണതല്ലോ എന്ന് കരുതി നമ്മളതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അവിടെ കൊല്ലപ്പെടുന്ന നിരപരാധികളാണ്. ഇപ്പോൾ നടക്കുന്നത് എന്താണ് ശ്രീ അമീൻ ഹസൻ? ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇവിടെ 1500 അവിടെ കൊല്ലപ്പെട്ട കുരുന്നുകളുടെ കുഞ്ഞുങ്ങളുടെ പേര് വായിക്കുന്ന ഒരു ആക്ടിവിസം ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും 0 വയസ്സ്, പ്രായം 0 ആണ്. എന്നാൽ 1 വയസ്സ് പൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ ഒരു 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ 20,000 കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഡേവിഡ് ബംഗൂരിയൻ, ഇപ്പോൾ നേരത്തെ ഷാവുപ്രസാദ് പറഞ്ഞു ഈ പറയുന്ന അവരെ ഇസ്രായേലിനെ ഇല്ലാതാക്കുന്ന ആരോ പറഞ്ഞു. ഡേവിഡ് ബംഗൂരിയൻ ഇസ്രായേൽ രാജ്യ സംസ്ഥാപനത്തിന് എത്രയോ വർഷം മുമ്പ് പറഞ്ഞു. അറബുകളില്ലാത്ത ഗലീൽ എന്ന സ്വപ്നം പറയുന്നു 1937. അപ്പോൾ ഈ വംശഹത്യാ പ്ലാൻ ഇപ്പോഴുള്ളതല്ല, അത് വർഷങ്ങൾക്ക് മുന്നേ ഇസ്രായേലിൻ്റെ രാഷ്ട്ര സംസ്ഥാപനത്തിന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. അറബികളെ കൊന്നൊടുക്കുക എന്ന വംശഹത്യാ പ്ലാൻ. ആ പ്ലാൻ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. അത് അവരുടെ ഉറച്ച പ്ലാനാണ്, കൊന്നൊടുക്കൽ ഉറച്ച പ്ലാനാണ്. ഇനി 2 ലക്ഷം പേരാണെങ്കിൽ 8 ലക്ഷം പേരാണെങ്കിൽ 8 ലക്ഷം പേരെ കൊന്നു തീർക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ആട്ടി ഓടിക്കുക എന്നവരുടെ ഉറച്ച പ്ലാനാണ്. ശ്രീ അമീൻ ഹസൻ, ആ പ്ലാനിനെ ലോകം ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും വെറുക്കുന്നു അവരെ. ബാക്കിയുള്ള കായിക വേദികളിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ കൂക്കലേക്കുന്നു, കാർക്കിച്ച് തുപ്പുന്നു എന്ന കാരണങ്ങൾ കൊണ്ട് ഈ പ്രധാനമന്ത്രി പിന്മാറുമോ? ഇസ്രായേൽ പിന്മാറുമോ? ഹാഷ്മി, ലോകത്ത് ഇപ്പോൾ ഷാബു പ്രസാദിൻ്റെ രാഷ്ട്രീയം പേർന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നവനാസിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള യുക്തിവാദികൾ ഇൻ കോട്സ്, യഥാർത്ഥത്തിൽ ലോകത്തെ യുക്തിവാദികൾ ആരും തന്നെ ഈ തരത്തിലുള്ള വംശഹത്യയെ പിന്തുണക്കുന്നില്ല എന്ന് നമുക്കറിയാം. എന്നിവരൊക്കെ ഒഴിച്ചു നിർത്തിയാൽ മനസാക്ഷിയുടെ കണികയുള്ള ലോകത്തെ മുഴുവൻ മനുഷ്യരും ഫലസ്തീനിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കെതിരെ, അവരുടെ മേൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യാ പദ്ധതികൾക്കെതിരെ നിരന്തരമായ പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള അലൈകൾക്ക് പോലും, ബ്രിട്ടന് പോലും ഫ്രാൻസിന് പോലും ഒക്കെ തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കേണ്ടി വരുന്നത്. 2023 ഒക്ടോബർ 7 മുമ്പ് ഇപ്പോൾ നെതന്യാഹു UN-ൽ നടത്തിയതിന് സമാനമായൊരു പ്രഭാഷണം അദ്ദേഹം 2023 നടത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഈ GCC രാഷ്ട്രങ്ങളുമായി ഒരു കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്, പുതിയ ഒരു പക്ഷിമേഷ്യ രൂപപ്പെടാൻ പോവുകയാണ് എന്നൊക്കെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കോസിനെ, ഫലസ്തീൻ ജനതകളുടെ പരമാധികാര, അവരുടെ ഒരു സർവൈവലുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അസ്തമിച്ചു കഴിഞ്ഞു എന്ന പ്രഖ്യാപനം 2023 ഈ ഒക്ടോബർ 7 ഒരാഴ്ച മുമ്പോ മറ്റോ നെതന്യാഹു UN-ൽ പ്രഭാഷണം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേ നെതന്യാഹു ആണ് ഇപ്പോൾ UN-ൽ സാമാന്യമായ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയാണല്ലോ. സാമാന്യമായ ആത്മാഭിമാനമുള്ള ഒരാൾക്കും സഹിക്കാൻ കഴിയാത്തത്ര ഒറ്റപ്പെടൽ, ആ നിരക്കിൽ വിവിധ ഡിപ്ലോമാറ്റ്സ് മുഴുവനും അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്ക കൂടിയാണ് ആ തരത്തിൽ രാഷ്ട്രീയമായി നന്ന് ചുരുങ്ങിയത് ഒരു സിംബോളിക്കായിട്ടെങ്കിലും ഒറ്റപ്പെടുന്നത് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ സാഹചര്യം എന്തുകൊണ്ടാണ്? ഇവിടെ ഷാബു പ്രസാദ് ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. അതിനൊരു മറുപടി പറയേണ്ടതുണ്ട് എന്ന് പോലും ഞാൻ കരുതുന്നില്ല. കാരണം ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് ഒക്ടോബർ 7, 2023 പൊട്ടിപ്പുറപ്പെട്ടതല്ല എന്നും, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇസ്രായേൽ ഫലസ്തീനിലെ ജനങ്ങളോട് അവർ ഒരു രാഷ്ട്രം സ്ഥാപിച്ചതിന് ശേഷവും നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നത് എന്താണെന്നും, ഈ ഹമാസ് ആക്രമണം നടത്തിയെന്ന് പറയുന്ന സിവിലിയൻ പ്രദേശങ്ങളെന്ന് ഷാബു അവകാശപ്പെടുന്ന ഇടങ്ങൾ പോലും സെറ്റിൽമെൻറ്റുകളായിരുന്നുവെന്നും, ഇസ്രായേൽ കയ്യേറി സെറ്റിൽമെൻറ്റുകളാക്കിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണെന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ്. പിന്നെ ഈ ഫലസ്തീൻ രാഷ്ട്രത്തിനെതിരായി ഇസ്രായേലിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആയുധം, വെപ്പൺ എന്ന് പറയുന്നത് വ്യാജ പ്രചാരണങ്ങളാണ്. അതിൻ്റെ അനുകൂലികൾ സ്വാഭാവികമായും ആ വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതേസമയം ഹാഷ്മി, ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇതിൽ മനുഷ്യത്വപരമായ ഒരു വശം പൂർണ്ണമായും നിരാകരിക്കപ്പെടുന്നു ഈ വൻശക്തികളാൽ. ഇപ്പോൾ UN എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ
ഫലസ്തീൻ ജനസൈഡ് തുടങ്ങിയതിനു ശേഷം UN കൊണ്ട് ഫലസ്തീനികൾക്കുണ്ടായ ആകെയുള്ളൊരു ഉപകാരം എന്താണ്? ഈ നെതന്യാഹുവിനെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനെ മുഴുവൻ ജനങ്ങളും ഇത് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് പിന്തുണക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രത്തലവന്മാർക്ക് പോലും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ലോകമാകെ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട്, ജനസഞ്ചയങ്ങളുടെ തെരുവിൽ നിന്ന് മടങ്ങാത്ത പ്രതിഷേധം കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ഒഴിച്ചു നിർത്തിയാൽ UN എന്ന് പറയുന്ന സംവിധാനം തന്നെ പരിഹാസ്യമായി തീർന്ന എന്തിനു വേണ്ടിയാണ് ഇപ്പം UN-ന്റെ ഒരു സ്വതന്ത്ര കമ്മിറ്റിയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനസൈഡാണ് എന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത്. നേരത്തെ തന്നെ ഒരു UN-ന്റെ തന്നെ ഒരു ക്രിമിനൽ കോടതിക്ക്, ലോക ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടുള്ള ഒരു രാഷ്ട്ര നേതാവിന് UN-ൽ പ്രഭാഷണം നടത്താൻ കഴിയുന്ന ഒരു വൈരുദ്ധ്യം നിങ്ങളൊന്ന് ആലോചിച്ചു. അതേസമയം ഫലസ്തീൻ്റെ പ്രസിഡന്റിന് അമേരിക്ക വിസ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ UN എന്ന് പറയുന്ന സംവിധാനം അങ്ങനെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അമേരിക്കയുണ്ട്, ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുണ്ട്, അർജന്റീന പോലുള്ള ചെറിയ 1-2 രാഷ്ട്രങ്ങളല്ലാതെ നേരത്തെ ശ്രീ ഷൈജോനെ പറയുന്ന സന്ദർഭത്തിൽ പോലും ഇതിലൊരു പ്രതീക്ഷയുടെ വശമുണ്ട് എന്നാണ് ആഷ്മി. അതായത് ആ സന്ദർഭത്തിൽ പോലും ഞങ്ങൾ ഒറ്റപ്പെടുകയാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് നെതന്യാഹുവിനെ എത്തിക്കുന്ന വിധത്തിൽ ലോകത്തിന്റെ മനസ്സാക്ഷി ഉണർന്നിരിക്കുന്നുണ്ട് എന്നതിൽ മാത്രമാണ്. ഉറപ്പായും അത് തിരിച്ചറിയുന്നുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ UN-ൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് കേൾക്കാൻ പോലും അയാൾ അർഹനല്ല. അയാളുടെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ വാക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തോടെ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് ലോകത്തിന് മനസ്സാക്ഷി ഉണ്ടെന്നതിൻ്റെ സൂചനയാണ്. അത് ഏതെങ്കിലും തരത്തിൽ നിരാശപ്പെടും. ഇപ്പോൾ ശരിയാണ്, അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് സ്ത്രീകൾ, ഗർഭിണികൾ, ഡോക്ടർമാരെയൊക്കെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ ലോക മനസ്സാക്ഷിക്ക് വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും ലോകത്ത് നന്മയുണ്ടെന്നതിന് സൂചന ആയി കാണാമല്ലോ. ഡോക്ടർ മോഹൻ വർഗീസ്, ആ സൂചനകൾ കാണാതിരിക്കാൻ ട്രംപിന് പറ്റുമോ, നെതന്യാഹുവിന് പറ്റുമോ? ശരിയാണ്, ഈ പറയുന്ന ഖത്തറിലേക്ക് അമേരിക്ക വിളിച്ചു വരുത്തിയ ഹമാസിൻ്റെ പ്രതിനിധികളെ വഞ്ചനയിൽ കൊല്ലാൻ ഇസ്രായേൽ നോക്കി എന്നൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ പോലും ഇന്നത്തെ സമാധാന ചർച്ച ആ അവസ്ഥയല്ല. എത്രത്തോളം ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു, കൂടെ അമേരിക്കയും എത്രത്തോളം നാറുന്നു എന്ന് അവർ തിരിച്ചറിയുന്ന ദിവസങ്ങൾ കൂടിയാണല്ലോ. ഇന്നത്തെ ചർച്ചയിൽ ഒരു ഫ്രൂട്ട്ഫുൾ ചർച്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാവോ സിമോൻ വർഗീസ്? തീർച്ചയായും ലോക മനസാക്ഷി ഉണരുന്ന കാഴ്ച വൈകിയെങ്കിലും കാണാൻ സാധിക്കുന്നു എന്നത് ശുഭോദർക്കമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു സംയുക്ത സമ്മേളനം ലോകത്തിന് പ്രതീക്ഷിക്കാം. ഡൊണാൾഡ് ട്രംപ് ആൻഡ് ബെഞ്ചമിൻ നെതന്യാഹു. അവിടെ വലിയ പ്രതീക്ഷയാണ്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് വിഷയമായിട്ട് നമ്മൾ ഇന്ന് കാണുന്നത് തന്നെ നിർത്തുമോ വംശഹത്യ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ വാക്ക് തന്നെയാണ് വംശഹത്യ. ദിസ് ഇസ് നത്തിങ് ബട്ട് ജെനോസൈഡ് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ സമിതി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആദ്യ പടി എന്ന നിലയിൽ 21 ഇന പദ്ധതിയാണ് അറബ് നേതാക്കളുമായി സംസാരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ തൻ്റെ അവനാഴിയിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. അത് പുറത്തോട്ടെടുക്കുമ്പോൾ എന്തെല്ലാമാണ് പുറത്തോട്ട് വരുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഊഹിക്കാനേ പറ്റൂ. പക്ഷേ പ്രധാനമായി വരേണ്ടത് ഒന്നാമത്തെ പോയിന്റ് ഇമ്മീഡിയറ്റ് സീസ് ഫയറാണ്. ഒരു 60 ദിവസത്തേക്കെങ്കിലുമുള്ള വെടിനിർത്തൽ. അതിനുശേഷം ഹമാസിൻ്റെ നിരായുധീകരണം. ഹമാസ് എന്ന സംഘടന ആയുധം താഴെ വയ്ക്കണം. അത് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് മാത്രമല്ല, മഹാഭൂരിപക്ഷം രാജ്യങ്ങൾ മാത്രമല്ല, പാലസ്തീൻ കൗൺസിലിനോടൊപ്പമുള്ള രാജ്യങ്ങൾ മാത്രമല്ല. ദർ ഇസ് എ നിയർ കൺസെൻസസ് ദാറ്റ് ദർ ഷുഡ് ബി സീസ് ഫയർ. അത് ഇസ്രായേൽ നടത്തേണ്ട സീസ് ഫയറാണ്. ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ചെറുത്തുനിൽപ്പ് ഇപ്പോൾ ഇല്ല. ചെറിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 80% പ്രദേശവും സർക്കിൾ ചെയ്ത് കഴിഞ്ഞു. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ വെടിനിർത്തൽ ആണ്. പിന്നീട് ആയുധം താഴെ വയ്ക്കുകയാണ്. അടുത്ത ഘട്ടമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം. അതായത് പോസ്റ്റ് വാർ ഗാസ. അവിടെ എന്തു തരം സംവിധാനമാണ് ഉണ്ടാകേണ്ടത്? ആരാവും ഒരു സുരക്ഷാ നടപടിയിലേക്ക് നീങ്ങേണ്ടത്? ആ സുരക്ഷ ആരാണ് ഒരു ഇൻ്റർമീഡിയറ്റ് കാലത്തിൽ ഉറപ്പുവരുത്തേണ്ടത്? അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് GCC ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി UN ജനറൽ അസംബ്ലിയുടെ സൈഡ് ലൈനിൽ വെച്ച് ന്യൂയോർക്കിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് ഒറ്റയ്ക്കും കൂട്ടായും നടത്തിയ ചർച്ചകളാണ്. ആ ചർച്ചകൾ കഴിഞ്ഞ ഒരാഴ്ച നീണ്ടു നിന്ന ചർച്ചകളാണ്. അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിൽ എത്തി, ഏകദേശ ധാരണകളിലെത്തി എന്ന റിപ്പോർട്ടുകൾ വരുന്നതാണ്. അതിൻ്റെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആ സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ള ആ ചർച്ച നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചയുടെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ
വെടിനിർത്താൻ ഇസ്രായേൽ തയ്യാറായില്ല എങ്കിൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ഹമാസ് ആയുധം താഴെ വെക്കാൻ തയ്യാറായില്ല എങ്കിൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അറബി സൈന്യങ്ങൾക്ക്, അറബി രാജ്യങ്ങൾ സൈന്യങ്ങൾക്ക് എന്ന് പറയുന്നില്ല, അറബി സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഗാസയുടെ മണ്ണിൽ പ്രവേശിക്കാൻ അനുവാദം ലഭിച്ചില്ലെങ്കിൽ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേൽ ഗാസയിൽ മാത്രമല്ല മറ്റേ ഭാഗത്തും ഹമാസിൻ്റെ കസ്റ്റഡിയിലല്ലാത്ത പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്ക് പ്രദേശത്തും വ്യാപകമായ കടന്നുകയറ്റങ്ങൾ നടത്തുന്നു. അത് വർഷങ്ങളായി തുടരുന്നതാണ്. ഇപ്പോൾ അത് ഇൻറ്റൻസിഫൈ ചെയ്യുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ യുണൈറ്റഡ് നേഷൻസിലെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന, വലിയ പ്രസംഗം ഒരു സൂചനയാണ് എങ്കിൽ തങ്ങൾ ഗാസ കൊണ്ട് മാത്രം തൃപ്തിപ്പെടില്ല. ദ എൻറ്റയർ വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ ആൻഡ് ജെറൂസലം തങ്ങളുടെ അധീനതയിലാവും എന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ റെറ്ററിക്കിൽ നിന്നും താഴോട്ട് വരാൻ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാവുമോ? അമേരിക്കയ്ക്ക് അദ്ദേഹത്തെ എത്രത്തോളം പ്രേരിപ്പിക്കാൻ കഴിയും? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് എത്രത്തോളം ഇതിൽ അന്തർലീനമാണ്? ഒരു പിടി ചോദ്യങ്ങളാണ് ശ്രീ ഹാഷ്മി ഇതിനോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്താണ്? ഇവിടെ സാധിച്ചില്ല. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം, നമ്മളെ ന്യായമായ ഉത്തരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, വെടിനിർത്താൻ തയ്യാറാണ്, ഇസ്രായേൽ തയ്യാറാണ് എന്നാണെങ്കിൽ ഓക്കെ. രണ്ട്, ആയുധം താഴെ വെക്കാൻ ഹമാസ് തയ്യാറാണ്, ഓക്കെ. അറബി സൈന്യങ്ങൾ പ്രവേശിക്കുന്നതിന് അമേരിക്കയുടെ അനുവാദമുണ്ട്, അമേരിക്ക ഒരു ധാരണയിലെത്തി എന്നാണ് പറയുന്നത്. സ്റ്റീവ് വിറ്റ്കോഫുമായി ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളിലേക്കും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് സഞ്ചരിക്കുകയും ധാരണയിലാവുകയും ചെയ്തു. ഇതിനെല്ലാം ഒരു കാറ്റലിസ്റ്റ് ആയത് ഹമാസിൻ്റെ ഖത്തറിലെ ദോഹയിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിന്നൽ ആക്രമണമാണ്. അത് ഒരുപക്ഷെ അറബികളെ ഗാൽവനൈസ് ചെയ്തിട്ടുണ്ട്. ദോഹയിൽ വെച്ച് കൂടിയ അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ ചില ധാരണകളെത്തി. ആ ധാരണകൾ സ്ഥിരീകരിക്കുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ്. അമേരിക്കയ്ക്ക് ആശ്വസിക്കാം, കാരണം മറ്റാരും അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോയില്ലല്ലോ. തനിക്കൊരു നോബൽ സമ്മാനം കിട്ടുമെങ്കിൽ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അറബ് ലോകത്തെ താൻ കോൺഫിഡൻസിലെടുത്തു. അങ്ങനെ അബ്രഹാമിക കരാറുകളുടെ സ്പിരിറ്റ് ഒരുപക്ഷെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിനെ നേരിടാനായി അവർ തയ്യാറായി. ഇപ്പോൾ ഇതാ സമാധാന പ്രക്രിയയിൽ അറബ് ലോകത്തിനൊരു പ്രാധാന്യം ലഭിക്കുന്നു. പക്ഷെ അധികം പറയാതെ പോകുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീ ഹാഷ്മി. അത് യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഒരു തിരിച്ചറിവാണ്. ഇപ്പോൾ ഹാഷ്മി തന്നെ ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്? ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു ഹോളോകോസ്റ്റ് കാലഘട്ടത്തിലെ ഹിറ്റ്ലറുടെ അട്രോസിറ്റീസ്, ഓഷ്വിറ്റ്സ് ക്യാമ്പിലെ ദൈന്യമായ കാര്യങ്ങൾ. ഇവിടെ എന്താണ്, ഒരു 3/4 നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടോളം കഴിയുമ്പോൾ ദി ഹണ്ടഡ് ബിക്കം ദ ഹണ്ടേഴ്സ്, അല്ലെങ്കിൽ ഇരകളാകാൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇരകളാക്കാൻ വിധിക്കപ്പെട്ട ജൂതന്മാർ ഇപ്പോൾ ഇതാ ഇര എന്ന ഭാഗം മാറ്റിവെച്ചിട്ട് അവർ വേട്ടക്കാരായി മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ലോക മനസാക്ഷി എങ്ങനെയാണ് ഉണരുക? അമേരിക്കയുടെ കാര്യം നമുക്കറിയാം, വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യമാണ് അമേരിക്ക. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെയല്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എപ്പോഴും ഒരു തർക്കമില്ല. ഇപ്പോ ബാക്കിയൊക്കെ പോട്ടെ, ബാക്കി രാഷ്ട്രീയവും ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ. ഈ പറഞ്ഞ കുന്നുകൂടുന്ന കുരുന്ന് ശവക്കൂനകൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ കഴിയുക? അങ്ങനെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ, ഇസ്രായേലിനെ അപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർ കനത്ത മനസാക്ഷി വിരുദ്ധരും ക്രൂരന്മാരുമാണ് എന്നല്ലേ പറയേണ്ടത്? ഇപ്പോൾ ഗസയിൽ ഭക്ഷണവും ജീവകാരുണ്യ സംരംഭവുമായി ഒരു ഗ്ലോബൽ സുമോദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന 47 രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ, സെലിബ്രിറ്റികൾ, എംപിമാരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഭക്ഷണമൊക്കെയാണ് ആ കാര്യങ്ങൾ. അതിനകത്ത് പോലും ഡ്രോൺ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ പോലും ഭക്ഷണം കഴിച്ച ആളുകൾ ജീവിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരാൾ നടപ്പാക്കുന്നത് കൊടിയ വംശഹത്യയാണെന്ന് അതിൽ ആർക്കാണ് തർക്കം? ലോകരാഷ്ട്രങ്ങളിലെ മനുഷ്യരായി പിറന്ന ആർക്കാണ് തർക്കം? അതിനെ ഇപ്പോഴും അങ്ങനെയല്ല അതിനെ ന്യായീകരിക്കുന്നവർ അവരവരുടെ മനസാക്ഷികളിലേക്ക് ആലോചിക്കട്ടെ എത്രത്തോളം നരാധമന്മാരും ക്രൂരന്മാരുമാണ് തങ്ങളെന്നുള്ള കാര്യം. സന്തോഷ് കുമാർ, അവിടെ 700ഓളം ഇതിനോടകം 800ഓളം ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയുന്നു. ഒട്ടുമിക്ക താങ്കൾ ജോലി ചെയ്ത ആശുപത്രിയടക്കം ഒട്ടുമിക്ക എല്ലാ ആശുപത്രികളും ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭാഗികമായി ഇല്ലാതാവുന്നുണ്ട്. അൽഷിഫ ആശുപത്രി ആക്രമി എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾക്ക് ചികിത്സ കിട്ടരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഡോക്ടർമാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നുണ്ട്. ഇത്രയധികം ഡോക്ടർമാർ കൊല്ലപ്പെട്ട മറ്റൊരു യുദ്ധമുഖം ഉണ്ടായിട്ടില്ല എന്നാണ് BBC അടക്കം പറഞ്ഞത്. ശ്രീ സന്തോഷ് കുമാർ, ഒരു സൈനബ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു വാർത്തയിടയ്ക്ക് വായിച്ചിരുന്നു. സ്റ്റാർവേഷനിൽ കൊല്ലപ്പെട്ടുപോയ കുഞ്ഞാണ്, മരിച്ചുപോയ കുഞ്ഞാണ്, പട്ടിണി കിടന്ന് മരിച്ചുപോയ കുഞ്ഞാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് 3.3 കിലോ, 6 പൗണ്ട്, 3.3 കിലോ. കുഞ്ഞ് മരിക്കുമ്പോൾ 2 കിലോയാണ്. സ്റ്റാർവേഷനിൽ മരിച്ചു പോകുന്ന കുറേ അധികം കുഞ്ഞുങ്ങളുടെ വാർത്തകളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്നവർ തന്നെ എണ്ണം ആയിരങ്ങൾ കടക്കില്ലേ ശ്രീ സന്തോഷ് കുമാർ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പട്ടിണി മരണങ്ങൾ ഈ പറയുന്ന പല രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, ചെറിയ അസുഖങ്ങൾ ബാധിച്ചു വരുന്ന കുട്ടികൾ ഈ പറയുന്ന അവർക്ക് ഈ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്സ് വേണ്ടി വരും.
ഈ പറയുന്ന ഈ സാധാരണ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് അത് കിട്ടാതാവുമ്പോൾ അവര് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സ്റ്റാർവേഷനിൽ പോയിട്ട് മരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വെടിയേറ്റവർക്ക് അബ്ഡമനിലും മറ്റു പല ഭാഗത്ത് വെടിയേക്കുന്നവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ഇതുപോലെ ആന്റിബയോട്ടിക്സ് വേണ്ടി വരും, മരുന്നുകൾ വേണ്ടി വരും. ബാക്കിയുള്ള ഈ പറയുന്ന ഭക്ഷണം തന്നെ മൂക്കിൽ കൂടെയൊക്കെ കോഴിയിൽ കൊടുക്കേണ്ടി വരും. ആ ഭക്ഷണമൊന്നും ഇവിടെ ഇല്ല. ആന്റിബയോട്ടിക്കുകളില്ല, ഈ പറഞ്ഞ തുന്നിക്കെട്ടാനുള്ള സൂചിയില്ല, നൂലില്ല. ഈ പറയുന്ന ഡ്രസ്സിങ്ങിന്റെ സാധനങ്ങൾ പോലും മുറിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി ഡ്രസ്സിംഗ് ഒക്കെ മുറിച്ച് 4 പേർക്കും 5 പേർക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഒരു സംഭവങ്ങളും ഇല്ലാതാവുമ്പോൾ പടിപടിയായിട്ട് ആൾക്കാർ ഇങ്ങനെയുള്ള ദുരന്തത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന് പുറമെയാണ് നേരിട്ടും ഈ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ട്രയാജി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാർക്ക് വാസ്തവത്തിൽ ചികിത്സ ഒന്നും ലഭിക്കുന്നില്ല. കാരണം തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് വെന്റിലേറ്റർ ഇടുകയാണ് ചെയ്യുന്നത്. വെന്റിലേറ്റർ മൊത്തമായി നശിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന ഈ നാസർ ആശുപത്രിയിൽ ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ 2 പ്രാവശ്യമാണ് ഞാൻ ഉള്ളപ്പോൾ തന്നെ 2 പ്രാവശ്യമാണ് ബോംബിങ് വന്നത്. ഒരു പ്രാവശ്യം ഡബിൾ ടാപ്പിംഗ് ആയിരുന്നു. അതായത് ഏറ്റവും മുകളിലത്തെ നിലയിൽ ആൾക്കാർ ഈ പറയുന്ന അവിടുത്തെ വിദ്യാർത്ഥികളും ബാക്കിയുള്ള ഈ പറയുന്ന കുറച്ച് ഈ പറയുന്ന പത്രപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ആദ്യം വന്ന് ബോംബിടുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ള ഒരു 50 പേര് അവര് ഈ ബാക്കിയുള്ള പരിക്കേറ്റവരെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോയവര് അവർക്ക് പുറത്ത് 2ാമത്തെ ബോംബ് വന്നു വീണു. അങ്ങനെ ഏകദേശം 100ഓളം പേര് ആശുപത്രിക്ക് അകത്ത് തന്നെ മരിച്ചു വീണ രംഗമാണ് കാണുന്നത്. ഇങ്ങനത്തെ അവസ്ഥയിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചികിത്സ കൊടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇവിടുത്തെ ട്രയജ് സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല. വെന്റിലേറ്റർ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇന്റിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്യൂബ് ഇട്ടുകൊണ്ട് അവർ മരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അതുപോലും ചെയ്യേണ്ടത് ഈ പറഞ്ഞ അബ്ഡമൽ ഇഞ്ചുറി ആണെങ്കിൽ തിയേറ്റർ മുഴുവൻ എപ്പോഴും ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. ഒരാൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്ത് കിട്ടാനായിട്ട് ഒരു ഗുരുതരമായ ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്ത് കിട്ടണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം പറ്റുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഫീൽഡ് ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ അൽ മവാസി മുതൽ ഈ പറയുന്ന ഡേർ അൽബല വരെയുള്ള സ്ഥലത്ത് 2 സർക്കാർ ആശുപത്രികൾ മാത്രമാണുള്ളത്. ഒന്ന് നാസർ ആശുപത്രിയും ഒന്ന് അൽ അക്സ ആശുപത്രി. അൽ അക്സ ചെറിയ ആശുപത്രിയാണ്, നാസർ മാത്രമാണ് വലിയൊരു ആശുപത്രി. ഒരു ദിവസം അവിടെ ഈ വരുന്ന രോഗികളുടെ എണ്ണം ഏകദേശം 2000 മുതൽ 3000 പേരെയൊക്കെയാണ് ഒരു ദിവസം വന്നു കയറുന്നത്. അവിടെ ആകെയുള്ള ബെഡ് 600 ആണ്. ബാക്കിയുള്ളവരൊക്കെ തറയിലാണ് കിടക്കുന്നത്. ഈ കാഷ്വാലിറ്റിക്ക് അകത്ത് പോലും ബെഡില്ലാതെ തറയിൽ വെച്ചിട്ടാണ് നമ്മൾ പല ചികിത്സയും ഈ പറയുന്നത് നടത്തുന്നത്. ചെസ്റ്റ് ട്യൂബ് ഇടുക, ഇൻക്യുബേറ്റ് ചെയ്യുക, IV ലൈൻ ഇടുക തുടങ്ങിയ മുഴുവൻ സംവിധാനങ്ങൾ ചെയ്യുന്നത് തറയിലാണ്. അപ്പോ ഇങ്ങനെ ഈ നിലവാരത്തിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നമാണ് ആരോഗ്യ രംഗത്തുണ്ടാകാൻ പോകുന്നത്. ഇതുപോലെ ഇപ്പോ ഈ ഡോക്ടർമാർ മിക്കവാറൊക്കെ ഗസയിലുണ്ടായിരുന്ന ഗസയിൽ നിന്ന് വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റൽ മുഴുവനെ തകർന്നു. അപ്പോ അവിടെ ആശുപത്രി ഇല്ല. അവിടെ നിന്നുള്ള ആ ഡോക്ടർമാരാണ് ഇവിടെ വന്ന് ഈ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്കിപ്പോ ആ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന ഡോക്ടർമാരാണ് ബഹുഭൂരിപക്ഷം. കാരണം അവരുടെ കുടുംബവും ഒക്കെ എന്റെ കൂടെയുള്ള 2-3 ഡോക്ടർമാർ തന്നെ അവരുടെ ഓപ്പറേഷൻ ഇടയിൽ നിർത്തിവെച്ചിട്ട് അവരുടെ കുടുംബം നോക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ പറയുന്ന അവരുടെ കുടുംബമൊക്കെ എവിടെയാണെന്ന് അന്വേഷിച്ചു പോകാനായിട്ട്, കാരണം അവർക്ക് താമസിച്ച സ്ഥലത്തൊക്കെ 1 മണിക്കൂർ കൊണ്ട് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ മൊത്തമായിട്ട് തന്നെ അവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക് താറുമാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രത്യേകതയുള്ള ഒരു ജനസൈഡാണിത്. വളരെ പ്രത്യേകതയുള്ള ജനസൈഡ്. ഒന്ന്, അതിനകത്തൊരു ഈ പറഞ്ഞ കൺഫൈൻഡ് ഏരിയക്കകത്ത് ആൾക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ നടത്തുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന ഒരു പരുവത്തിൽ 20 സ്ക്വയർ കിലോമീറ്ററിനകത്ത് അങ്ങനെയാണ് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന അവിടെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബ്രോഡ് ഡേ ലൈറ്റിലാണ് നടക്കുന്നത്. എല്ലാവരും കാണുന്നുണ്ട്, ലോകം മുഴുവനും കാണുന്നുണ്ട്. നേരത്തെയുള്ള ജിനോസൈഡൊക്കെ അങ്ങനെ അല്ലായിരുന്നു. എല്ലാവരും വളരെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇവൻ ഓസ്ട്രേലിയയിൽ പോലും ഒക്കെ അവസാനം ഈ റഷ്യൻ ആർമിയും മറ്റേ ആർമിയൊക്കെ വന്ന് കയറുമ്പോഴാണ് അങ്ങനെ സംഭവം നടന്നെന്ന് കാണുന്നത്. പക്ഷെ ഇങ്ങനെയില്ല. ഇതിപ്പോ നടക്കുന്ന വളരെ ബ്രോഡ് ഡേ ലൈറ്റിലാണ് എല്ലാവരും നോക്കുന്നത്. പിന്നെ 3ാമത് ഒരാൾ പോലും ഇടപെടുന്നില്ല.
ഒരാൾ പോലും മറ്റതൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇടപെടാൻ, ഒരു സൈനികമായി ഇടപെടാൻ നോക്കുന്ന ഒരു സിറ്റുവേഷനാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും പ്രധാനം ഇതെല്ലാം പോയിട്ട് ഈ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് അങ്ങ് താഴെ പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന UN-ന്റെ അവസ്ഥ നമുക്കറിയാം. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയുള്ള യുനെർവ എന്ന ഓർഗനൈസേഷനെ മുഴുവൻ നശിപ്പിച്ചു. ഫണ്ടിങ് ഒന്നും കൊടുക്കുന്നില്ല. ഈ പറയുന്ന ഭക്ഷണമൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് കെട്ടിക്കിടക്കുന്നു. ആ കെട്ടിക്കിടക്കുന്ന ഭക്ഷണം എത്തിക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. ഈ ഒരു ഹ്യൂമാനിറ്ററി ഈ പറഞ്ഞ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല. ഇത് എല്ലാ ഈ പറയുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ആൾക്കാർക്കും ഇനി അങ്ങോട്ട് അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഈ ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ പറയുന്ന ബ്രോഡ് ഡേ ലൈറ്റിൽ എല്ലാവരെയും ഒരു ബലമുണ്ടെങ്കിൽ കൊന്നു കളയാം എന്ന ഒരു ലെവലിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് ഇടിഞ്ഞു താന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഇനി അങ്ങോട്ട് നമുക്കിപ്പോ ഇത് ഈ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. മനുഷ്യർ തന്നെയാണ് കൊല്ലുന്നത്. ഈ പറയുന്ന കൊല്ലുമ്പോഴൊക്കെയും ഒഴുകി പോകുന്നത് ചുവന്ന ചോര തന്നെയാണ് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പച്ചച്ചോരയും നീലച്ചോരയും ഒന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരെ തന്നെയാണ് മരിക്കുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ ഇങ്ങനെ കൊല്ലുമ്പോ ഈ പറയുന്ന ഈ കൊല്ലുന്ന രീതി അങ്ങ് വളരെ വളരെ വ്യത്യസ്തമാകും. മറ്റതൊക്കെയാണെങ്കിൽ രഹസ്യമായിട്ടും ഒക്കെ നടക്കുന്ന കാര്യം ഇനി അങ്ങോട്ട് എല്ലാവരും കാണാൻ പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്ന് ഈ പറയുന്ന ഒരു സ്റ്റാൻഡേർഡിലേക്ക്, അത് നമുക്ക് ഈ പറയുന്ന ഈ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളോ മുസ്ലിം രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രങ്ങളൊന്നുമില്ല. ഏത് രാഷ്ട്രത്തിനും ഏത് ബലമുള്ള രാഷ്ട്രത്തിനും ഏത് ബലമില്ലാത്ത രാഷ്ട്രത്തിന് പുറത്ത് കയറിയിട്ട് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ലൈസൻസ് കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന ഈ ബ്രോഡ് ഡേയിലേക്ക് നടക്കുന്ന ജനോസൈഡിന്റെ കോൺസിക്വൻസസ് വാസ്തവത്തിൽ അതാണ്. ഇനി മനുഷ്യരെ കൊല്ലാനായിട്ട് വളരെ വളരെ എളുപ്പമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന പ്രതിഷേധങ്ങളുടെ നമുക്ക് നിലവാരം മനസ്സിലാക്കാം. നമ്മളിപ്പോ എല്ലാവരും ഈ പറയുന്ന പ്രസ്താവനകൾ നടത്തുന്ന പ്രതിഷേധവും ഈ പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ ഒരു കപ്പലിലെ ഒരു കുറെ ആൾക്കാർ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തന്നെ ബോധ്യമുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ എത്ര കണ്ട് ഗാസയിലേക്ക് എത്താൻ കഴിയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഒരു വശത്ത് ഇസ്രയേലും അമേരിക്കയും ഇത്ര സ്ട്രോങ് ആയി നിന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അവർക്ക് മരിച്ചു പോകാനേ സാധ്യതയുള്ളൂ. അല്ലാതെ അത് അവിടെ പോയി എത്തിയിട്ട് ഇവർക്കൊക്കെ ഈ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്നുള്ള യാതൊരു ധാരണയില്ല. ഭക്ഷണ വിതരണം പോലും UN നിർത്തിവെച്ചതിന്റെ കാര്യം എന്താ? കാരണം ഒരു ദിവസം കിട്ടുന്ന 20 ട്രക്ക് കൊണ്ട് 2 മില്യൺ ആൾക്കാരെ എങ്ങനെ ഫീഡ് ചെയ്യാനാണ്? അത് എല്ലാ പ്രാവശ്യവും കലാപത്തിലാണ് അവസാനിക്കുന്നത്. ആ കലാപത്തിൽ അവസാനിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഈ പറയുന്ന ഭക്ഷണം ഒന്നും വിതരണം ചെയ്യാൻ കഴിയത്തേയില്ല. അപ്പൊ അതിന് പകരമായിട്ട് അമേരിക്ക നടത്തുന്ന ഈ പറയുന്ന ഗാസ ഹ്യൂമനിറ്റേറിയൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ തുടങ്ങിയ ഒരു സംഭവമുണ്ട്. അവരാണെങ്കിൽ യന്ത്രത്തൊക്കെ വെച്ചിട്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അവിടെ ഒരു ദിവസം 30,000-40,000 പേരാണ് രാവിലെ 2 മണിക്കാണ് അവർ പോകുന്നത്. കാരണം 10 മണിക്ക് തുടങ്ങുന്ന ഒരു സംഭവത്തിന് രാവിലെ 2 മണിക്ക് എത്തിയാൽ മാത്രമേ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പഞ്ചസാര ഒരു കിലോ പഞ്ചസാരയ്ക്ക് $100 വില. 8,000 മുതൽ 9,000 രൂപയാണ് ഒരു കിലോ പഞ്ചസാരയ്ക്കുള്ള വില. ഒരു കിലോ ആട്ടയ്ക്ക് 40 രൂപയാണ്. ഒരു സിഗരറ്റിന് $15. ഒരു സിഗരറ്റാണ്, ഒരു പാക്കറ്റ് സിഗരറ്റിനല്ല, ഒരു സിഗരറ്റിന് $15. ഇങ്ങനെ ഈ ചെലവെല്ലാം താങ്ങാതെ വീട്ടിൽ ഈ പറയുന്ന 15-25 പേരെ പോറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആണുങ്ങൾ ഈ പറയുന്ന ഗാസ ഹ്യൂമാനിറ്ററി ഫൗണ്ടേഷന്റെ അവിടെ താഴെ പോയി കുന്നിൽ രാത്രി 2 മണിക്ക് ഇരിക്കുകയാണ്. ഡ്രോണുകൾ വന്നിട്ട് അവരെ കണ്ടുപിടിച്ചാലും അവിടെ പുറത്തേക്ക് ബോംബുകൾ ഇടുന്നു. അവരെ നിരന്തരമായിട്ട് ഈ പറഞ്ഞ വെടികിട്ടി തല പൊന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തലയ്ക്ക് വെടികിട്ടും. അങ്ങനെ തലയ്ക്ക് വെടികിട്ടി മരിക്കുന്ന ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. എടുക്കുന്ന ആൾക്കാർക്ക് പിടികിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഈ പറയുന്ന ഭക്ഷണമൊക്കെ കിട്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ശേഖരിച്ച് പുറത്തെത്തിയാലോ അവിടെ ഈ കിട്ടിയ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്കാരെ അവരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റാനായിട്ട് വേറെ വലിയ തസ്കര സംഘം ഉണ്ടാവും. ഇത് ഒരു സോഷ്യൽ കോൺസിക്വൻസ് ആണ്. ആൾക്കാരെ പട്ടിണി കിടത്തിയിട്ട് ഈ കുട്ടികളെ എല്ലാം ഭക്ഷണമില്ലാതാക്കുക, ആർക്കും ഭക്ഷണം കൊടുക്കാതെ ആക്കുക, അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ഉണ്ടാക്കുക, അവിടെ വെടിവെക്കുന്ന ഒരു ഏർപ്പാടുണ്ടാക്കുക. അതിന് പുറത്ത് ഈ ഭക്ഷണമൊക്കെ ഈ തട്ടിപ്പറിക്കാനായിട്ട് വലിയ തസ്കര സംഘവും മാഫിയകളും ഉണ്ടാവുന്നു.
ഇങ്ങനെ ഒരു സമൂഹത്തിൽ മൊത്തമായി ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും ഇനി ഇത് നടത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇതൊരു സ്റ്റാൻഡേർഡായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ പട്ടിണി കിടന്നാലും ആരും ഒന്നും ചോദിക്കാൻ പറയുന്നില്ല. ഈ പറയുന്ന പ്രസംഗങ്ങളിൽ മാത്രം ഈ പ്രതിഷേധം അവസാനിക്കും എന്നുള്ള ഇടത്തേക്ക് ലോകത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് ഇടിഞ്ഞു താന്നു എന്നുള്ളതാണ് ഈ യുദ്ധം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സംഭവം. അതിന്റെ പാഠം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പോൾ സന്തോഷ് കുമാർ പറയുന്ന പോലെ ഹിന്ദുക്കളാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ക്രൈസ്തവരാവട്ടെ, മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിൻ്റെ, കുഞ്ഞുങ്ങളടക്കം കൊന്നൊടുക്കുന്നതിൻ്റെ എന്താണ് കാര്യമാണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാവു പ്രസാദ്, ഇവിടെ ഈ ഓട്ടിസവും ഡൗൺ സിൻഡ്രോം ഒക്കെ ബാധിച്ച് അനങ്ങാൻ പറ്റാത്തൊരു കുഞ്ഞിനെ പട്ടിയെ വിട്ട് കടിപ്പിച്ച് കൊല്ലുക പോലെയുള്ള ക്രൂരമായ രീതിയിൽ കൊന്നുകളയാണ്. കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നൊടുക്കുന്ന ഈ വംശഹത്യാ പ്ലാൻ, ഇസ്രായേലിൻ്റെ ഈ വംശഹത്യാ പ്രീ പ്ലാൻഡ് പ്ലാൻ നേരത്തെ അറിഞ്ഞതുകൊണ്ടാവില്ലേ നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അധിനിവേശ ഇസ്രായേൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് നേരത്തെ പറഞ്ഞത്? ഷാവു പ്രസാദ്, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെ നമിക്കണ്ടേ? ഇന്ത്യ എന്നും അന്നും ഇന്നും എന്നും പാലസ്തീനൊപ്പം തന്നെയാണ്. എന്നാൽ ഹമാസിനൊപ്പമല്ല, ഭീകരതയ്ക്കൊപ്പമല്ല. അത് വളരെ ക്ലിയറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടൽ ബിഹാരി വാജ്പേയി അന്ന് അങ്ങനെ പറഞ്ഞത്. വളരെ ക്ലിയർ. പിന്നെ ഈ വംശഹത്യ എന്ന് പറയുന്നു. ശരി, ഈ ഇസ്രായേൽ ജനതയെ, ആ ജൂത ജനതയെ വംശഹത്യ ചെയ്യും, ഈ ജൂത രാഷ്ട്രത്തിന് ഈ മണ്ണിൽ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിറ്റാണ്ടുകളായി അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കൂട്ടരാണ് ഈ ഹമാസും ഈ പലസ്തീൻ തീവ്രവാദി സംഘടനകളെല്ലാം. അവർ ഉപയോഗിക്കുന്നത് ആ പാലസ്തീനിലെ അവിടുത്തെയുള്ള പാവം ജനങ്ങളെയാണ്. അതിനെതിരെ തങ്ങളെ വംശഹത്യ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടരെ അതിൻ്റെതായ രീതിയിൽ നേരിടാനുള്ള അവകാശം മറ്റേ കൂട്ടർക്കുണ്ട്. വർഷം മുമ്പ് ഇടപെടുന്നതല്ല, പക്ഷേ താങ്കളൊരു മനുഷ്യനല്ലേ? വംശഹത്യ ന്യായീകരിക്കാവോ ഇങ്ങനെ പച്ചയ്ക്ക്? നമുക്കൊക്കെ മക്കളുള്ളവരല്ലേ, നമ്മൾ അടിത്തറയിൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ ഷാബു? വംശഹത്യ അല്ലല്ലോ. താങ്കൾ പറയാണ് എന്താ, താങ്കൾ പച്ചയ്ക്ക് വംശഹത്യ ന്യായീകരിക്കുക, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുക. കഷ്ടമല്ലേ ഷാബു? ആര് പറഞ്ഞു? നിങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഈ രീതിയിൽ നിൽക്കുക. ഈ മനുഷ്യത്വം, മാനവികത എന്നുള്ളത് നിങ്ങളുടെ സൗകര്യം പോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. അതാദ്യം മനസ്സിലാക്കുക. ഒരു 15 വർഷം മുമ്പ് ഈ നമ്മുടെ തൊട്ടയൽ രാജ്യമായ ശ്രീലങ്കയിൽ നടന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൻ്റെ അവസാനം, ആ പോരാട്ടത്തിൻ്റെ അവസാനം അവിടെ തീവ്രവാദം, ഭീകരവാദം പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ചെയ്തത്. ഒരുപാട് ചോര ഒഴുകിയിട്ടുണ്ട് അവിടെ, ഒരുപാട് ചോര. പിന്നെ വംശത്തിനായിരിക്കും ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തീവ്രവാദം ഇല്ലാതാക്കാണെന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് പറയുന്നത് ഞാൻ ഇടപെടുന്നത് എന്താണെന്നറിയോ? അല്ലല്ല, ഞാൻ ഇൻഡയറക്റ്റ് ഇടപെടുന്നറിയോ? താങ്കൾ പറയുന്ന ഈ മനുഷ്യവിരുദ്ധത, ഈ ക്രൂരത കേട്ടിരിക്കാൻ പറ്റുന്ന ഇൻസൾട്ട് അല്ല, താങ്കൾ മനുഷ്യത്വത്തെ ഇൻസൾട്ട് ചെയ്യുന്നു. താങ്കൾ മനുഷ്യത്വത്തെ ഇൻസൾട്ട് ചെയ്യുന്നു, താങ്കൾ മാനവികത ഇൻസൾട്ട് ചെയ്യുന്നു. അതോടെ ഇടപെടുന്ന താങ്കളാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. താങ്കൾ ഈ വംശഹത്യ ന്യായീകരിക്കാൻ ഷാബു തെറ്റാണ്. ഏത് യുദ്ധവും ഒന്ന് മിണ്ട ഹാഷ്മി, വൃത്തികേട് കാണിക്കരുത്. താങ്കളെ വൃത്തിയോട് പറയുന്നു. ഹാഷ്മി, ഏത് യുദ്ധവും മാനവിക വിരുദ്ധം, ഏത് യുദ്ധവും മനുഷ്യത്വ വിരുദ്ധമാണ്. അത് സൗദി അറേബ്യ യമനിൽ ചെയ്യുന്നതായാലും, റഷ്യ ഉക്രൈൻ യുദ്ധത്തിലായാലും, ശ്രീലങ്കയിലെ യുദ്ധത്തിലായാലും, ലോകത്തിലെ വിയറ്റ്നാം യുദ്ധത്തിലായാലും, അറബ് വസന്തത്തിൻ്റെ മുല്ലപ്പൂ വസന്തകാലത്ത് അവിടെ ചെയ്തതായാലും ഇതെല്ലാം മനുഷ്യത്വ വിരുദ്ധമാണ്. ഇതിൻ്റെയൊക്കെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത്, ആത്യന്തികമായിട്ട് അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും തന്നെയാണ്. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമാണ്. ഇതല്ല, ഇതൊരു പരമാധികാര രാഷ്ട്രം ഒരു ചെറിയ ഭൂപ്രദേശത്ത് നടത്തുന്ന നരഹത്യയാണ്. അവിടെ നേർക്കുനേർ പോയി കണ്ട ഡോക്ടർ സന്തോഷ് പറയുമ്പോഴും താങ്കൾക്കത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, താങ്കൾക്ക് ആ വംശഹത്യയെ, കുരുന്നുകൊലകളെ ന്യായീകരിക്കാൻ തോന്നുന്നെങ്കിൽ ഷാവു പ്രസാദ്, അയ്യേ കഷ്ടം. മനുഷ്യത്വത്തിന് നിങ്ങളുടെ സൗകര്യം, താങ്കൾ വന്നിരുന്ന് ഈ കുരുന്നു ഹത്യയെ ന്യായീകരിക്കുന്നത് എനിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ സെലക്റ്റീവാണ്. അതുകൊണ്ടാണ് താങ്കളാണ് സെലക്റ്റീവ്. ആ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും, ആ കുഞ്ഞുങ്ങളുടെ ശവക്കൂനകൾ കാണുമ്പോഴും താങ്കൾക്ക് ഇസ്രായേലിൽ ജയിൽ വിളിക്കാൻ തോന്നുന്നില്ലേ? അതാണ് മനുഷ്യവിരുദ്ധത. എവിടെ ഹൂത്തുകളാണെങ്കിലും, എവിടെ സൗദികളാണെങ്കിലും, എവിടെ മനുഷ്യൻ മരിച്ചാലും തെറ്റെന്ന് പറയാനുള്ള
മാനവികത ബോധം ഇരിക്കട്ടെ സാറേ, താങ്കൾക്ക് അതില്ല, സൗദി അറേബ്യ, അതുകൊണ്ടാണ് പ്രശ്നം. സൗദി അറേബ്യ എന്ന പരമാധികാര ശരി, ഓക്കെ, രാജ്യം, ഓക്കെ. സൗദി അറേബ്യ എന്ന പരമാധികാര ഓക്കെ, സൗദി അറേബ്യ എന്ന ഏത് പരമാധികാര രാഷ്ട്രം ആര് ചെയ്താലും തെറ്റാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് ഒന്നാന്തരം ജനോസൈഡ് ആണ്, ഒന്നാന്തരം വംശഹത്യയാണ്. അതിനോട് ചേർന്ന് നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഷാവു പ്രസാദ് അല്ല ആർക്കാണെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ ജയ് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ മനസാക്ഷിക്ക് എന്തോ പ്രശ്നമുണ്ട്. അവർ മനുഷ്യരാണോ എന്ന് സ്വയം ആത്മാർത്ഥമായി നെഞ്ചിനകത്തേക്ക് നോക്കേണ്ട സമയം കൂടിയാണത്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.